بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മളുടെ ഈമാനിൽ വർധനവുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനോടുള്ള ഭയം അത് വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കണം, അതിൽ നിന്നും തെറ്റിപ്പോകുവാൻ പാടില്ല എന്ന നിർബന്ധമുള്ള ആളുകളാണ്. ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. അത് ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അള്ളാഹുവിനോടുള്ള ഖൗഫ്, അള്ളാഹുവിനോടുള്ള ഭയം അത് വർദ്ധിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഹിദായത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. ദീൻ പഠിക്കുന്നതിൻ്റെ വിഷയത്തിൽ കുറവ് വരുമ്പോഴാണ് നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകുന്നത്. ദീൻ പഠിക്കുന്നതിന് നമ്മൾ പിന്നോക്കം നിൽക്കുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള ഭയം അത് കുറഞ്ഞു പോകുന്നത്. ഒരാളുടെ ദീനിൽ അറിവ് അത് വർദ്ധിക്കുന്നതനുസരിച്ച് അവന് ദീനിൽ സദാത്തുണ്ടായിരിക്കും. ദീനിൽ ഒരാളുടെ അറിവ് അത് കുറയുന്നതിനനുസരിച്ച് അവൻ പഴച്ചു പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ദീൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീൻ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അള്ളാഹുവിൽ നിന്ന് അകലുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാർ മാത്രമാണ്. കാരണം അവർ അള്ളാഹുവിനെ കുറിച്ച് നന്നായി അറിയുന്ന ആളുകളാണ്. അള്ളാഹുവിനെ അവർ ഏറ്റവും നല്ല രൂപത്തിൽ ഭയപ്പെടും. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അത് കുറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ഭയം അത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ദീൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആദ്യമായി വഹി ഇറങ്ങുന്ന ആയത്തുകൾ ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇൽമുമായി ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങൾ ഈ ആയത്തുകളിലുണ്ട്. നോക്കൂ, വഹയിൻ്റെ ആരംഭത്തിൽ തന്നെ ഇൽമിനെ കുറിച്ച് പ്രോത്സാഹനമാണ്, പഠിക്കാനുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള കൽപ്പനയുമാണ്. ഇഖ്റ, വായിക്കുക. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഖ്റ വറബ്ബുക്കൽ അക്രം. വീണ്ടും ആവർത്തിച്ചു, വായിക്കണം എന്ന് പറഞ്ഞു. അല്ലമ, പഠിപ്പിക്കുക. പഠിക്കാൻ ഉപയോഗിക്കുന്ന കലം, അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. ഇസ്ലാമിൽ ഏറ്റവും ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിച്ച വഹയിൽ തന്നെ അതിനുള്ള പ്രേരണയും പ്രോത്സാഹനവും കൽപ്പനയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് തന്നെ പഠിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. 7 ആകാശങ്ങളെയും അതുപോലെ തന്നെയുള്ള ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചു.
ഇതൊക്കെ എന്തിനാണ് അള്ളാഹു സംവിധാനിച്ചത്? ലിതഅലമൂ, നിങ്ങൾ അറിയുന്നതിന് വേണ്ടി. നോക്കൂ, അവിടെ അള്ളാഹു ഇതൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ചതിന്റെ ലക്ഷ്യമായി പറഞ്ഞത് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി എന്നാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾക്കൊന്നും അറിയാത്ത അവസ്ഥയിലാണ്, ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ അള്ളാഹു പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ വജഅല ലകുമുസ് സമഅ, പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് കേൾക്കുവാൻ കേൾവി തന്നു. വൽ ബസർ, നിങ്ങൾക്ക് കാഴ്ച നൽകി. എന്തിനു വേണ്ടിയാണ്? വൽ അഫ്ഇദ, നിങ്ങൾക്ക് ബുദ്ധി നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നന്ദി കാണിക്കുന്നതിന് വേണ്ടി, അവനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹു ദുനിയാവിൽ അവനെ സൃഷ്ടിച്ചയച്ചു, അവന് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവ് നൽകി. പക്ഷേ അവൻ്റെ ജീവിതം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാതെ, ദീനിനെ കുറിച്ച് പഠിക്കാതെ അവൻ്റെ ജീവിതം അവൻ പാഴാക്കിക്കളഞ്ഞാൽ അവൻ്റെ ജീവിതം കന്നുകാലികളെക്കാൾ അധപ്പതിച്ച ജീവിതമാണ്. ദീൻ പഠിക്കാതെ ആയുസ് ഇങ്ങനെ വെറുതെ പാഴാക്കുക എന്നുള്ളത്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അള്ളാഹു നരകത്തിനു വേണ്ടി ഒരുപാട് ജിന്നുകളെയും മനുഷ്യന്മാരെയും പഠിച്ചിട്ടുണ്ട്. എന്താണ് അവരവസ്ഥ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ ഹൃദയം കൊണ്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒന്നും ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, കാണേണ്ടത് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് ചെവികളുണ്ട്, കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. അവർ കന്നുകാലികളെ പോലെയാണ്, അതല്ല അതിനേക്കാൾ അധപ്പതിച്ച അവസ്ഥയിലാണ് എന്നാണ്. ദീൻ പഠിക്കാതെ ജീവിതം പാഴാക്കുക എന്നുള്ളത് അത് മോശമായ അവസ്ഥയാണ്. ദീൻ പഠിക്കുന്ന ഒരാളും അതുപോലെ തന്നെ ജാഹിലായി, വിവരമില്ലാതെ, ദീനിനെ കുറിച്ചൊരു ധാരണയുമില്ലാതെ ജാഹിലായി അവശേഷിക്കുന്ന ഒരാളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരൊരിക്കലും സമമാവുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹു അറിവുള്ള ആളുകളെയും അറിവില്ലാത്ത ആളുകളെയും വേർതിരിച്ചു പറഞ്ഞത് നരകക്കാരെയും സ്വർഗക്കാരെയും വേർതിരിച്ചു പറഞ്ഞതുപോലെയാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗക്കാരും നരകക്കാരും സമമാവുകയില്ല. അതുപോലെയാണ് അള്ളാഹു പറഞ്ഞത്, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ള ആളുകളും ഇൽമില്ലാത്ത ആളുകളും സമമാവുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതുന്ന നമ്മൾ എത്രയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയായി പഠിക്കണം, പഠിക്കണം, അറിയണം എന്നുള്ളത് നമ്മൾ വായിക്കുന്നത്. യഅലമൂ യഅലമൂ, നിങ്ങൾ അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ, പഠിക്കണേ, എത്ര കൽപ്പനയാണുള്ളത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അന അഅലമുക്കും ബില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ളത് എനിക്കാണ്. അത് ലാ ഫഖർ, അതൊരു ഫഖറല്ല, അത് ഹഖീഖത്താണ്, യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് അറിയുക. ആ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിക്കണം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പഠിക്കണം, നോക്കണം. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, മക്കയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും തൗഹീദിന്റെ പ്രബോധനം അത് മുന്നോട്ട് കൊണ്ടുപോയി. ആ മക്കയിലെ പ്രയാസങ്ങളെല്ലാം സഹിക്കാൻ പറ്റാതെ അള്ളാഹു ഹിജ്റക്ക് അനുമതി നൽകി മദീനയിലേക്ക് എത്തിയപ്പോഴാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കണമെന്ന കൽപ്പന വന്നത്. ഇത്ര കഷ്ടതകൾ അനുഭവിച്ച് പ്രബോധനം ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മദീനത്തെത്തിയതിന് ശേഷം അള്ളാഹു വീണ്ടും പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന അത് അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്ന അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പഠിക്കുവാൻ കൽപ്പിച്ചു എങ്കിൽ, എത്രയോ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ അറിവ് കുറവുള്ള ആ കൽപ്പന നമുക്ക് എത്രത്തോളം ബാധകമായിരിക്കും.
ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്. ഇമാം ഹാഫിദ് അൽ ഹകമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അവ്വലു വാജിബിൻ അലൽ അബീദി മഅരിഫത്തുർ റഹ്മാനി ബിത്തൗഹീദ്. ഒരു അടിമയുടെ മേൽ ഏറ്റവും ആദ്യത്തെ വാജിബ് എന്നാൽ റബ്ബിന്റെ തൗഹീദിനെ കുറിച്ച് പഠിക്കലാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടണം. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് ഈ ആയത്ത് അത് കൊണ്ടുവരുന്നതിന് മുമ്പായി കൊടുത്ത തലക്കെട്ട് ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ, പ്രവർത്തിക്കും വാക്കിനും മുൻപ് അറിവുണ്ടാകണം. ഇവിടെ പാപമോചനം തേടണം എന്ന പ്രവർത്തിക്ക് മുൻപ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പഠിക്കണം എന്ന കൽപ്പനയാണ് ആദ്യം വന്നത്. പ്രവർത്തനങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിവുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഒരു ചില്ലറ കാര്യമല്ല സഹോദരങ്ങളെ, വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. എത്രയാണ് ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഇൽമു പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമ അന്വേഷിച്ച ഒരാൾ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കും. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാന്നുള്ളത് അത് എളുപ്പം നടക്കുന്ന കാര്യമല്ല. അത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. പക്ഷേ സ്വർഗത്തിലേക്ക് പോകൽ അത് എളുപ്പമാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും അറിവ് പഠിച്ചാൽ എന്നല്ല പറഞ്ഞത്, ആരെങ്കിലും അറിവ് പഠിക്കാൻ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ മതി, അതിനൊന്ന് മുന്നിട്ടിറങ്ങിയാൽ മതി. അതിനൊന്ന് മുന്നിട്ടിറങ്ങിയാൽ തന്നെ അള്ളാഹു അവന് സ്വർഗത്തിന്റെ വഴി അത് എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. വഇന്ന താലിബൽ ഇൽം ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ഹത്തൽ ഹീതാനു ഫിൽ മാ. ഒരു അറിവ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇത്തരം ഹദീസുകൾ കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ഏതെങ്കിലും പള്ളി ദർസിൽ അതല്ലെങ്കിൽ അറബി കോളേജുകളിൽ അങ്ങനെ ഇൽമു പഠിക്കാനായി മാറിയിരിക്കുന്ന അവർക്ക് മാത്രമുള്ള ശ്രേഷ്ഠതകളാണ് എന്നാർക്കും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എല്ലാവർക്കും കരസ്ഥമാക്കുവാൻ സാധിക്കുക. ഇൽമിന്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന ശ്രേഷ്ഠതയാണ്. ഇൽമു പഠിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന, റസൂലിനെ കുറിച്ച് പഠിക്കുന്ന, ദീനിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും ഭൂലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്നാൽ കടലിന്റെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തോട് അള്ളാഹുവെ ദീൻ പഠിക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ തേടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ ഏറ്റവും വിലപ്പെട്ട ഉപദേശങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ ഉപദേശങ്ങളോ, അവിടുന്ന് വിട പറയുന്നതിന് തൊട്ടു മുമ്പായി തന്ന അന്തിമ ഉപദേശങ്ങളോ, അത് നമുക്ക് അതിനേക്കാൾ വിലപ്പെട്ടതാണ്. കൂടുതൽ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉപദേശങ്ങളായിരിക്കും അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ ഉപദേശങ്ങളിൽ കാണാം, ഖുദൂ മിനൽ ഇൽമി ഖബ്ല അൻ യുഖ്ബദൽ ഇൽമു വഖബ്ല അൻ യുർഫഅൽ ഇൽം. ഇൽമ് ഉയർത്തപ്പെടുന്നതിന് മുമ്പ്, ഇൽമ് അത് പിടിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഇൽമ് സ്വീകരിക്കുക, ഇൽമ് പഠിക്കുക. ഇൽമ് എങ്ങനെയാണ് ഉയർത്തുക? ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ്. അല്ലാഹു ഒറ്റടിക്കെന്തയില്ല ജനങ്ങളിൽ നിന്ന് ഇൽമ് ഉയർത്തുകയില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. ഉലമാക്കളെ, പണ്ഡിതന്മാരെ മരിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു അറിവിനെ ഉയർത്തുക. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, സമൂഹത്തിൽ ഒരു പണ്ഡിതനും ഇല്ലാത്ത അവസ്ഥ വരും. അങ്ങനെയാകുമ്പോൾ ഇത്തഖദൻ നാസു റൂസൻ ജുഹാല, വിഡ്ഢികളായ ദീനിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളുകളെ ജനങ്ങൾ എന്ത് ചെയ്യും? നേതാക്കന്മാരായി പിൻപറ്റും. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫദല്ലു വഅദല്ലു. ഇൽമില്ലാതെ
അവരോട് ഫത്വ ചോദിക്കപ്പെടും. അങ്ങനെ അവർ ഇൽമില്ലാതെ ഫത്വ കൊടുക്കുകയും സ്വയം പഴക്കുകയും മറ്റുള്ള ആളുകളെ വഴിപഴപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ്, ഇൽമുള്ള ആളുകൾ സമൂഹത്തിൽ കുറഞ്ഞു പോകുന്നതിന് മുമ്പ് ദീൻ കൃത്യമായി പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ ഇൽമു സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പറഞ്ഞ അവിടുത്തെ ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. ഇൽമു നമുക്ക് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളുകൾ അടുക്കൽ പോയിരുന്ന് നമ്മൾ പഠിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മുടെ നാടുകളിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. ദീൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ദീനിന്റെ സദസ്സുകൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അവിടെ പോയിരുന്ന് പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു സ്വഹാബിയുടെ തലയിൽ ഒരു പരിക്ക് പറ്റി. അന്ന് അദ്ദേഹം രാത്രി കടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനമുണ്ടായി. അപ്പോൾ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ എന്ത് ചെയ്യണം? നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിക്കണം, നിർബന്ധമാണ്. ഈ സ്വഹാബി കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, എനിക്ക് കുളിക്കാതിരിക്കാൻ എന്തെങ്കിലും ഇളവുണ്ടോ? എനിക്ക് വെള്ളം നനയാൻ പറ്റില്ല, തലയിൽ മുറിവുണ്ട്. കൂടെയുള്ള സഹാബികൾ പറഞ്ഞു, ഇല്ല, കുളിക്കാൻ അളവൊന്നുമില്ല, നിർബന്ധമായും കുളിക്കണം. അദ്ദേഹം കുളിക്കുകയും തലയിൽ വെള്ളമായതിൻ്റെ പേരിൽ അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് ദേഷ്യപ്പെട്ടു, കോപിച്ചു. അവിടുത്തെ മുഖം വിവർണമായി. അവിടുന്ന് ദേഷ്യപ്പെട്ടു പറഞ്ഞു, ഖതലഹുമുല്ലാഹ്, അവർ അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു, അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അലാ സഅലു ഇദാ ലം യഅലമു, അവർക്കറിയില്ല എങ്കിൽ അവർക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നു. ഇന്നമാ ശിഫാഉൽ ഐ അസ്സുആൽ, അറിവില്ലായ്മ എന്ന രോഗത്തിനുള്ള ഏറ്റവും നല്ല ചികിത്സ അത് ചോദിച്ച് പഠിക്കലാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞ, അറിവില്ലാത്ത ആളുകൾ അറിവുള്ള ആളുകൾ അടുക്കൽ പോയിരുന്ന് പഠിക്കണം. അതിനുള്ള തെളിവാണ് ഈ ഹദീസ്. അറിവില്ലായ്മ ഒരു രോഗമാണ്. അതിന് ചികിത്സിക്കേണ്ടത് അറിവുള്ള ആളുകളുടെ അരികിൽ പോയിരുന്ന് പഠിക്കുന്നതിലൂടെയാണ്. അറിവുള്ള ആളുകളുടെ അടുത്ത് പോയി ചോദിച്ച് പഠിക്കണം. അതല്ലെങ്കിൽ വലിയ അബദ്ധങ്ങൾ നമുക്ക് ദീനിൽ സംഭവിക്കും. നമുക്ക് ജഹലുണ്ട് എങ്കിൽ, ദീനിൽ കൃത്യമായ അറിവില്ല എങ്കിൽ, ഈ പറഞ്ഞതുപോലെ വലിയ അപകടങ്ങൾ ദീനിന്റെ കാര്യത്തിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ദീൻ അത് ചോദിച്ചു പഠിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ള പണ്ഡിതന്മാരുടെ അരികിൽ പോയി നിങ്ങൾ ചോദിച്ചു പഠിക്കണം. പണ്ഡിതന്മാരായ ആളുകൾ, അതല്ലെങ്കിൽ അവരിൽ നിന്ന് ദീൻ സ്വീകരിച്ച ദുആത്തുകൾ, പ്രബോധകന്മാർ, തുല്ലാബുൽ ഇൽം, ദീൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ മജ്‌ലിസുകളിൽ പോയിരുന്ന് പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഫരീദയാണ്, നിർബന്ധമാണ്. അത് കേവലം ഒരു മുസ്തഹബായ ഒരു കാര്യമല്ല, സുന്നത്തായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും ദീൻ പഠിക്കൽ നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിന്റെ മേലും ദീൻ പഠിക്കൽ നിർബന്ധമാണ്. എന്താ ദീൻ പഠിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റുണ്ടാകും, പഠിച്ചിട്ടില്ലെങ്കിൽ കുറ്റുണ്ടാകും, അവൻ ശിക്ഷക്കർഹനാണ്. അപ്പൊ പല ആളുകൾക്കും തോന്നും, ദീൻ അത് മൊത്തമായി പഠിക്കൽ എങ്ങനെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാകുക? ഒരു ശ്രമകരായ കാര്യമല്ലേ. ദീൻ എന്ന് പറഞ്ഞാൽ വിശാലമായ ചർച്ചകളും വിശാലമായ വിഷയങ്ങളും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് അത് പഠിക്കാൻ സാധിക്കുക? പണ്ഡിതന്മാർ പറഞ്ഞു, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട അറിവുകളുണ്ട്, അത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് 3 അടിസ്ഥാനങ്ങൾ. ആരാണ് അള്ളാഹു? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താണ് ദീൻ? ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അറിവുകളാണ്. ഇത് പഠിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാണ്. റബ്ബിനെ കുറിച്ച് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ആരാണ് അള്ളാഹ്?
അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എന്തൊക്കെയാണ്, റബ്ബുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എങ്ങനെയായിരുന്നു, അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു, നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. എന്താണ് ദീൻ, ഇസ്ലാം എന്താണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഇതൊക്കെ നിർബന്ധമായ അറിവുകളാണ്. ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്, ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, നിർബന്ധമായും പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരാൾ പ്രവർത്തിക്കൽ നിർബന്ധമായ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കലും നിർബന്ധമാണ്. ഒരാൾ പ്രവർത്തിക്കൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ അത് പഠിക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് നിസ്കാരം എന്താണ്? നിർബന്ധമാണ്. നിസ്കാരത്തിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിസ്കാരത്തിന് നിർബന്ധമായ കാര്യമാണ് വുളു, എങ്ങനെയാണ് വുളു എടുക്കേണ്ടത്, വുളു മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഓരോ വ്യക്തിക്കും അവന് മാത്രം നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരാൾക്ക് സമ്പാദ്യമുണ്ട്, അപ്പം ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പം എന്ത് ചെയ്യണം? ജക്കാത്തിനെ കുറിച്ച് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. സ്ത്രീകൾ അവരുടെ ശുദ്ധിയും വൃത്തിയുമായി ബന്ധപ്പെട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അവർക്ക് അത് പഠിക്കൽ നിർബന്ധമായിരിക്കും. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കൽ നിർബന്ധമായിരിക്കുകയില്ല. അങ്ങനെ ഓരോ വ്യക്തിക്കും അവൻ പഠിച്ചിരിക്കാൻ നിർബന്ധമാകുന്ന കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അത് പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ എളുപ്പമാണ്. ഒരാൾ പഠിക്കുവാൻ മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സൗകര്യവും അവന്റെ മുന്നിലുണ്ട്. ഈ സൗകര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുന്നതാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. തീർച്ചയായും അല്ലാഹു നിങ്ങൾ അനുഭവിച്ച ഓരോ അനുഗ്രഹങ്ങളുടെ പേരിലും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഉറപ്പാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അന്ന് അല്ലാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തിട്ടില്ല എങ്കിൽ അവന്റെ കാൽപാദം അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് അവനെ ചലിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അന്ന് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാദാ അലിമ വമാദാ അമില. എന്താണ് നീ പഠിച്ചത്, എന്താണ് നീ പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു ചോദിക്കും. ഖബറിൽ ചോദ്യമുണ്ടാവും. മാദാ ഇൽമുക, എന്താണ് നിന്റെ ഇൽമ് എന്ന് ചോദ്യമുണ്ടാകും. ദീൻ അറിവില്ലാതെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ഖബറിൽ മലക്കുകൾ ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ മറുപടി പറയുവാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? നമ്മുടെ മുൻഗാമികൾ ദീൻ പഠിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട ത്യാഗങ്ങൾക്ക് കണക്കില്ല. പക്ഷെ ആ കഷ്ടപ്പാടൊന്നും ഇന്ന് നമ്മുടെ അരികിലില്ല. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി ഒരു മാസക്കാലയളവ് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു വർഷത്തിന് 2 പകുതിയാക്കും. എന്നിട്ട് 6 മാസം അദ്ദേഹം ജോലിക്ക് പോയി അധ്വാനിക്കും. ബാക്കി 6 മാസം അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു അൻസാരിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. എന്താണ് കരാറ്? ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരുന്ന് ദീൻ പഠിക്കും. അന്ന് അൻസാരി ജോലിക്ക് പോകും. അൻസാരിയായ സഹാബി ജോലി കഴിഞ്ഞ് വന്നാൽ അന്ന് പഠിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കും. അന്നത്തെ കൂലി, ജോലി ചെയ്ത കൂലി ഇവർ രണ്ടുപേരും പങ്കിട്ടെടുക്കും. പിറ്റേ ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജോലിക്ക് പോകും. അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരുന്ന് പഠിക്കും. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് വന്നാൽ അന്ന് പഠിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കും. ആ കൂലി 2 ആളുകളും പങ്കിട്ടെടുക്കും.
ആണ് സലഫുകൾ ദീനിനു വേണ്ടി ഇങ്ങനെയാണ് കഷ്ടപ്പെട്ടിരുന്നത്. ഈ കഷ്ടപ്പാടുകൾ ഇന്ന് നമുക്കില്ല. അതുകൊണ്ട് ഇൽമ് അത് പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുക. അതിൻ്റെ അവസരങ്ങൾ നമ്മൾ പരമാവധി മുതലെടുക്കുക. ദീൻ പഠിക്കുന്നതിന് അതിനെ കേൾക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാകുവാൻ പാടില്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മല്ല യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. ഇൽമ് ഇഷ്ടപ്പെടാത്തവനിൽ ഒരു ഖൈറുമില്ല. ദീൻ അത് ഇഷ്ടപ്പെടാത്തവനിൽ ഒരു ഖൈറുമില്ല എന്നാണ് പറയുന്നത്. ചില മുൻഗാമികൾ പറഞ്ഞു, കുൻ ആലിമൻ, നീ ഒന്നില്ലെങ്കിൽ പണ്ഡിതനാകുക, ഔ മുതഅല്ലിമൻ, അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാകുക, ഔ മുഹിബ്ബൻ, അതല്ലെങ്കിൽ ദീൻ പഠിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ആവുക, ഔ മുസ്തമിഅൻ, അതല്ലെങ്കിൽ ദീൻ കേൾക്കുന്ന ഒരാളെങ്കിലും ആകുക. ഏറ്റവും കുറഞ്ഞത് ദീനിന്റെ സദസ്സുകളിൽ പോയിരുന്നത് കേൾക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. വലാ തകുനിൽ ഖാമിസ്, അഞ്ചാമതൊരാളായി മാറരുത്. ഫതഹ്ലിക്, അങ്ങനെയാണെങ്കിൽ നീ നശിച്ചു പോകുന്നതായിരിക്കുമെന്ന് മുൻഗാമികൾ പഠിപ്പിച്ചെന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കുക, നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളിൽ ഞാൻ എവിടെ എത്തി? നമ്മൾ കുറേ ദർസുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും, ഒരുപാട് ദർസ് സംഘടിപ്പിച്ചിട്ടുണ്ടാകും, ഒരുപാട് ദർസുകൾ സംഘടിപ്പിക്കാനൊക്കെ മുന്നിലൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മൾ, ഒരുപാട് കാലം ഈ ദർസ് കേൾക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. പക്ഷെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇൽമുകളിൽ നമ്മൾ എവിടെ എത്തി? അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എന്താ അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് എന്താ, തൗഹീദിനെ കുറിച്ച് എന്താ അറിയാം? ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, നമ്മൾ എവിടെ എത്തി? ദീൻ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ എവിടെ എത്തി? നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ, അത് അർത്ഥമറിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി നമുക്ക് ഓതാൻ സാധിക്കുന്നത്, അതിൻ്റെ അർത്ഥം അറിയോ, അതിൻ്റെ വിശദീകരണം നമ്മൾ സ്വയം ചോദിക്കുക. നമ്മൾ നമ്മുടെ അറിവ് പരിശോധിക്കുക. നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. മസ്ജിദുകളിൽ, അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ദീനിന്റെ സദസ്സുകൾ അത് സംഘടിപ്പിക്കപ്പെട്ടാൽ അവിടെ ഓടിയെത്താൻ നമ്മൾ ശ്രമിക്കുക. മസ്ജിദുകളിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് ഒരുപാട് ശ്രദ്ധതകളുണ്ട്. അത് നമ്മൾ പാഴാക്കി കളയരുത്. അതിൻ്റെ വില നമ്മൾ തിരിച്ചറിയുക. ഒരു കൊച്ചു സംഘം അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഇരുന്ന് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നുണ്ട് എങ്കിൽ ഇല്ലാ നസലത് അലൈഹിം മുസ്സക്കീൻ, അള്ളാഹുവിൽ നിന്ന് അവർക്ക് സമാധാനം ഇറങ്ങും. വഗശ്യത്ഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ വലയം ചെയ്യും. വഹഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹു അവൻ്റെ മലക്കുകൾക്കിടയിൽ ആ പഠിക്കാൻ കൂടിയിരുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കും. അപ്പൊ ദീനിന്റെ സദസ്സുകൾ അത് ആകാശബന്ധിതമാണ്. ആകാശബന്ധിതമായ സദസ്സുകളാണ് ദീനിന്റെ സദസ്സുകൾ. വേറെ ഏതൊരു സദസ്സ് ഉണ്ടാകും അങ്ങനെയുള്ളൊരു സദസ്സായി ദുനിയാവിൽ? അവിടെ സംസാരിക്കുന്നത് വഹ്യാണ്. അല്ലാഹ് ഖാല റസൂലുള്ളാഹ്, വഹ്യാണ്. അത് ആകാശബന്ധിതമാണ്. അവിടെ മലക്കുകൾ ഇറങ്ങി വരുന്നു, അത് കാരണവും അത് ആകാശബന്ധിതമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഉ, സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിനരികിലൂടെ നിങ്ങൾ നടന്നു പോയാൽ നിങ്ങൾ അവിടെ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ളത് വയറ് നിറച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ആ തോട്ടത്തിൽ കയറി നിങ്ങൾ വേണ്ടത് ആസ്വദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, എന്താണ് ദുനിയാവിലെ റിയാദുൽ ജന്ന എന്ന് ചോദിച്ചപ്പോൾ അത് ദിക്റിന്റെ സദസ്സുകളാണ്. ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്നത് പോലെ ഓരോ ബിദഅത്തിനും ഓരോ ദിക്ർ ഹൽക്കയും മജ്ലിസുന്നൂറും ഒക്കെ പോലെ ഇങ്ങനെ ഓരോ ദിക്ർ ഹൽക്ക ഉണ്ടാക്കി അങ്ങനെ മജ്ലിസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളാണ്. അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച്, ദീനിന്റെ മസ്അലകൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളാണ്. താബിഈങ്ങൾ പറഞ്ഞതായി കാണാം, മജ്ലിസുൻ യതഅല്ലമു ഫീഹി അൽ അബ്ദു അൽ ഹലാല വൽ ഹറാമ മിൻ ദിക്രില്ലാഹ്. ഒരുവൻ ഹലാൽ ഹറാമുകൾ പഠിക്കുന്ന സദസ്സുകൾ അത് ദിക്റുള്ളയാണ്. അതാണ് മജ്ലിസുൽ ദിക്ർ,
ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അതാണ്, ദീൻ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകൾ. അത് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ദീൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ട് എങ്കിൽ അത് റമളാനിലെന്നല്ല, എപ്പോഴാണെങ്കിലും നമ്മൾ അവിടെ വന്നിരുന്ന ഒരു കേൾവിക്കാരനാണ്. പറ്റുകയാണെങ്കിൽ പഠിക്കുക, ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് പോലെ പഠിക്കുക. അതിനും സാധിക്കുന്നില്ല എങ്കിൽ കേൾവിക്കാരാകുക. ഇത്തരം സദസ്സുകൾ, അതിലെ ബറക്കത്തുകൾ അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി, ആ ഇൽമുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി, ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി, റബ്ബിനോടുള്ള ഭയം വർദ്ധിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഹിദായത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടി സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وبركاته.